നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കാനിരിക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. പരമാവധി വോട്ടേഴ്സിനെ നേരിട്ട് കണ്ട് വോട്ട് തേടാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. പൗരപ്രമുഖരെ കണ്ടാണ് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം. ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുളായിയിലെ UDF പ്രചാരണ ബോർഡുകൾ തകർത്തതായി പരാതി വന്നു. കരുളായി കുളവട്ടത്തെ 2 ബോർഡുകളാണ് തകർത്തത്. നിലമ്പൂരിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. അതുപോലെ ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട്. ഷഹദർകുമാൻ കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ സി വിജയൻ, ഈ ഫ്ലക്സ് ബോർഡുകൾ തകർത്തതിൻ്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലായോ? SK, അത് കരുളായിലെ കുളവട്ടത്താണ്. LDF ബോർഡിന് തൊട്ടടുത്തായിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ 2 ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. അതാണ് ഇന്ന് രാവിലെ തകർന്ന നിലയിൽ കാണപ്പെട്ടത്. കീറി മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുകയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇനി അത് എന്തെങ്കിലും തകർന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ആ സമയത്ത് തന്നെ പൂക്കോട്ടുംപാട് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായി. പോലീസ് അവിടെ എത്തുകയും അതിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ തന്നെ SP ഒക്കെ കർശന നിർദ്ദേശം നൽകിയതാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോകരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാഗ്രത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുമുണ്ട്. ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഒപ്പം ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. 19 സ്ഥാനാർത്ഥികളാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ സൂക്ഷ്മ പരിശോധന കഴിയും. 5-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഉള്ളത്. ആ സമയത്ത് തന്നെ എല്ലാവരും കളം നിറഞ്ഞു എന്ന് പറയാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDF-ഉം UDF-ഉം ഇന്ന് പോത്തുകൽ പഞ്ചായത്തിലാണ്. ഈ പോത്തുകൽ പഞ്ചായത്തിലാണ് കവളപ്പാറ, പാതാർ പോലുള്ള പ്രദേശങ്ങൾ വരുന്നത്. അവിടെ പ്രകൃതി ദുരന്തം 2018 ഉണ്ടാവുകയും അതിനുശേഷം ഇപ്പോഴും അത് അവസാനിക്കാത്ത പല രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെയൊക്കെ സംബന്ധിച്ചും നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ LDF-ന്റെയും UDF-ന്റെയും പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ അവിടെയാണ് ഇന്ന് വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ച് സഭാധ്യക്ഷന്മാരെ കാണുക, പൗരപ്രമുഖരെ കാണുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ളത്. കാരണം ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അവർ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ബാക്കി LDF, UDF-ഉം കൺവെൻഷനുകളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യം എന്നുള്ളതായിരുന്നു BJP-യുടെ ആദ്യം മുതലേ ഉള്ള ഒരു വേർഷൻ. ഇനിയിപ്പോൾ ഇന്ന് വിജയനാണ് വിവരങ്ങൾ നൽകിയത്.